ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ പാകിസ്ഥാനിൽ വലിയ ആഘോഷമായിരുന്നു, ലഡു വിതരണമായിരുന്നു, ഈ റാലികൾ നടത്തുന്നു. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് തങ്ങൾക്ക് നേരെ ബ്രഹ്മോസ് ആക്രമണം ഉണ്ടായെന്ന്. അതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ പ്രധാനമന്ത്രി പറയുകയാണ്, ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യ ആക്രമിക്കാൻ ഇരിക്കുമ്പോഴായിരുന്നു ഇന്ത്യയുടെ ബ്രഹ്മോസ് ആക്രമണം. അങ്ങനെ ഇന്ത്യ മതസ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുകയാണോ? ഇതിനകത്ത് മതസ്വാതന്ത്ര്യമൊന്നുമില്ല. ഇതിനകത്ത് ശത്രു, എതിരാളി എന്നൊക്കെയുള്ള ഘടകങ്ങളേ ഉള്ളൂ. ഇവിടെ പാകിസ്ഥാൻ മെയ് 10 രാവിലെ 4:30 പ്രഭാത പ്രാർത്ഥന നിർവഹിച്ച ശേഷം ഇന്ത്യയെ ആക്രമിക്കാനായിരുന്നു അവർ ലക്ഷ്യമിട്ടത്. അവർ ആസൂത്രണം ചെയ്തത് അത്തരത്തിലാണ്. പക്ഷേ അതിന് തൊട്ട് മുമ്പ് തന്നെ, അതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ വളരെ കൃത്യമായിട്ട് ബ്രഹ്മോസ് മിസൈലുകൾ, ഈ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വളരെ കൃത്യമായിട്ട് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിലെല്ലാം ഇന്ത്യ അയച്ചു. വളരെ മാരകമായ പ്രഹരമാണ് പാകിസ്ഥാന് ഏറ്റത്. ഇത് പറയുന്നത് മറ്റാരുമല്ല, പാക് പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് തന്നെയാണ് ഇത് പറയുന്നത്. അസർബൈജാനിൽ പാകിസ്ഥാൻ, തുർക്കി, അസർബൈജാൻ, ചൈന ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു ഉച്ചകോടി. നമുക്ക് മനസ്സിലാവുമല്ലോ ഇതെന്താണെന്ന്. ഇത് ഇന്ത്യക്കെതിരായ ഒരു, സത്യം പറഞ്ഞാൽ അതൊരു യുദ്ധപ്രഖ്യാപനമോ അല്ലെങ്കിൽ ഭാവിയിൽ ഇന്ത്യക്കെതിരെ ഞങ്ങൾ ഒരുമിച്ച് നീങ്ങുമെന്നോ ഉള്ള സന്ദേശമാണ് അതിൽ കൂടി നൽകുന്നത്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഷഹബാസ് ഷെരീഫ് പറയുന്നത്, ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാൻ നിശ്ചയിച്ചു, മെയ് 10 രാവിലെ 4:30 ആക്രമണം ആരംഭിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, അല്പസമയം മുമ്പ് ഇന്ത്യ ഞങ്ങളുടെ എല്ലാ വ്യോമതാവളങ്ങളെയും തകർത്തു എന്നാണ്. ശ്രീജിത്ത് ചോദിച്ചല്ലോ, മതസ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റം. ഇത് മതസ്വാതന്ത്ര്യമൊന്നുമില്ല, മതത്തിനോടുള്ള കടന്നുകയറ്റമോ വിരോധമോ. അദ്ദേഹത്തിന്റെ പ്രസ്താവന അങ്ങനെയായിരുന്നു. കാരണം ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കാൻ, പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ആക്രമിക്കാൻ നിശ്ചയിച്ചിരുന്നു, പക്ഷെ പ്രാർത്ഥിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല എന്നാണ്. വളരെ കൃത്യമാണ്. ഇന്ത്യയുടെ ചാര ശൃംഖല, നമ്മുടെ മിലിറ്ററി ഇൻ്റലിജൻസ് ഒക്കെ എത്ര ശക്തമാണെന്ന് നോക്കൂ. പാകിസ്ഥാൻ ആക്രമിക്കാൻ ഇന്ന സമയം നിശ്ചയിച്ച് ആ സമയത്ത് ആക്രമിക്കും എന്ന് മനസ്സിലാക്കിയ ഉടനെ അതിനും അല്പസമയം മുമ്പ് അവർ എവിടെ നിന്നൊക്കെയാണോ ആ ആക്രമിക്കാനുള്ള പോർ വിമാനങ്ങൾ എവിടെ നിന്നൊക്കെയാണോ പറന്നുയരാൻ നിശ്ചയിച്ചിരുന്നത്, ആ വ്യോമതാവളങ്ങളെ മുഴുവനും ഇന്ത്യ തകർത്തു. അപ്പോൾ എത്ര ഷാർപ്പാണ്, എത്ര തീക്ഷ്ണമാണ്, എത്ര മൂർച്ചയേറിയതാണ് നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ ചാരശൃംഖല. വളരെ കൃത്യമായിട്ട് അവിടുന്ന് രഹസ്യങ്ങൾ നമുക്ക് ചോർന്ന് കിട്ടി. ആ ചോർന്ന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ട് ആ ആക്രമണത്തിന് ഏതാനും നാഴിക മുമ്പ് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മുമ്പ് ഇന്ത്യക്ക് കൃത്യമായിട്ട് ആ എയർ ബേസുകൾ തകർക്കാൻ സാധിച്ചത്. ഒരു ചെറിയ കാര്യമല്ല. ഷഹബാസ് ഷെരീഫ് പറയാതെ പറയുന്നത് ഇന്ത്യയുടെ ഈ നേട്ടത്തെക്കുറിച്ചാണ്. ഞങ്ങൾ ആക്രമിക്കാൻ തീരുമാനിച്ചു, ഞങ്ങൾ സുസജ്ജരായി, ആയുധങ്ങളൊക്കെ സംഘടിപ്പിച്ചു, ഞങ്ങൾ രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം 4:30 ആക്രമിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യ ഞങ്ങളുടെ വ്യോമതാവളങ്ങളെ തകർത്ത് കളഞ്ഞു, അതും ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകളൊന്നും പാക് അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോയിട്ടില്ല, LOC ലംഘിച്ചിട്ടില്ല. നമ്മൾ രാജ്യാന്തര നിയമങ്ങളൊന്നും, ഇന്റർനാഷണൽ ട്രീറ്റി അനുസരിച്ചുള്ള UN പറയുന്ന, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് എന്തുകൊണ്ടായിരിക്കും അവിടെ പാകിസ്ഥാനിൽ ഈ ലഡു വിതരണം ചെയ്തത്? അത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനല്ലേ. ഇന്ത്യക്ക് നമ്മൾ കരുതുന്നത് പോലെ ഈ പാകിസ്ഥാനിൽ അഭിപ്രായ സ്വാതന്ത്ര്യമോ മീഡിയയ്ക്ക് വലിയ സ്വാതന്ത്ര്യമോ ഒന്നുമില്ല. ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ മുകളിലാണ്, ബംഗ്ലാദേശ് ഇന്ത്യയേക്കാൾ മുകളിലാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ പണ്ട് നമ്മുടെ നാട്ടിൽ ദൂരദർശൻ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നല്ലോ, അത്ര പോലും ഉള്ളൊരു ദൂരദർശൻ്റെ സംപ്രേഷണം എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു കാലം നമുക്കറിയാം. നമ്മളൊരു 20 കൊല്ലം മുമ്പുള്ള ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കന്ന് 20-25 കൊല്ലം മുമ്പ് അന്ന് ദൂരദർശനെ ഉണ്ടായിരുന്നുള്ളൂ. വാജ്പേയി സർക്കാർ വന്നതിന് ശേഷമാണ് സ്വകാര്യ ചാനലുകൾക്ക് അനുമതി കൊടുത്തത്. അതിനു മുമ്പ് നമ്മുടെ ഈ മലയാളത്തിൻ്റെ സ്വന്തം ചാനലായ ഏഷ്യാനെറ്റ് പോലും സിംഗപ്പൂരിൽ നിന്നാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അതിവിടെ അതിൻ്റെ ഫ്രീക്വൻസി, ആ വേവ്സ് പിടിച്ചെടുത്തിട്ട്, ആ തരംഗങ്ങൾ പിടിച്ചെടുത്തിട്ട് കേബിൾ വഴിയാണ് നമ്മൾ വീടുകളിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നത്.
ഇന്നിപ്പോൾ അങ്ങനെയല്ല, നമുക്ക് തന്നെ സ്വന്തമായിട്ട് സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന തരംഗങ്ങളെ പിടിച്ചെടുത്ത് നമുക്ക് കാണാവുന്ന തരത്തിലേക്ക് നമ്മുടെ ടെക്നോളജിയൊക്കെ മാറി. പക്ഷെ പാകിസ്ഥാനിൽ ഇപ്പോഴും അതൊക്കെ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. നമ്മളൊരു 25 കൊല്ലം പുറകിലാണ് പാകിസ്ഥാൻ. 25 കൊല്ലം മുമ്പ് ഇന്ത്യ എങ്ങനെയായിരുന്നു അത്ര പോലും അല്ല ഇന്നും പാകിസ്ഥാനിലെ ഈ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയും അതുപോലെ തന്നെ ഈ നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വാർത്താവിനിമയ വകുപ്പും ഒക്കെ പ്രവർത്തിക്കുന്നത്. വാർത്താ വിതരണവും മറ്റുമൊക്കെ അവിടെ വളരെ മോശമാണിപ്പോഴും. ബംഗ്ലാദേശിലെ കഥ അത്ര പോലും പറയാനില്ല. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെയാണ് വന്ന് ഇന്ത്യയോട് വെല്ലുവിളിക്കുന്നത്, ഇപ്പോൾ ഞങ്ങൾ തീർത്ത് കളയും, ഞങ്ങൾ നശിപ്പിച്ച് കളയും. നോക്കൂ, അവിടുത്തെ ഒരു മദ്രസയിലെ ഒരു വിദ്യാർത്ഥി അധ്യാപകനോട് ചോദിക്കുന്ന ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പാകിസ്ഥാനിലേത് എന്ന് പറഞ്ഞാണ് അത് പ്രചരിക്കുന്നത്. അത് ശരിയാണെങ്കിൽ ആ വിദ്യാർത്ഥി ചോദിക്കുന്നത്, ഇന്ത്യയെ നമ്മൾ യുദ്ധത്തിൽ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിടിച്ചടക്കുന്ന സ്ത്രീകളെ എന്ത് ചെയ്യണം എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ മാത്രം ഒരു വലിയ വിഭാഗം ജനങ്ങളെ നയിക്കുന്ന ഒരു ഭരണകൂടവും ഭരണ സംവിധാനവും ഒക്കെയാണ് പാകിസ്ഥാനിലുള്ളത്. ആ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് നേട്ടമാണ്? 1965-ലും 71-ലും ഒക്കെ 99-ലും ഒക്കെ ഇന്ത്യയോട് പരാജയപ്പെട്ട പാകിസ്ഥാൻ ലോകത്തിന് മുഴുവനും അറിയാം ഇന്ത്യയോട് പരാജയപ്പെട്ടത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാൻ അവരുടെ രാജ്യത്ത് പഠിപ്പിക്കുന്നത് ഈ യുദ്ധങ്ങളിലെല്ലാം അവർ വിജയിച്ചു എന്നാണ്. ഇത് വിശ്വസിക്കുന്ന ജനത, അവർക്ക് വേറെ വഴിയില്ല, അവർക്ക് വേറെ അറിവ് കിട്ടാനുള്ള മാർഗങ്ങളൊന്നുമില്ല. ഈ കൊട്ടിയടയ്ക്കപ്പെട്ട ഒരു വലിയ മുറിക്കകത്ത് പെട്ടിരിക്കുന്നത് പോലെയാണ് പാക് ജനതയുടെ അവസ്ഥ. അങ്ങനെയുള്ളവരെ എന്തും പറഞ്ഞ് കബളിപ്പിക്കാം. ആ കബളിപ്പിക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സമർത്ഥമായിട്ട് പാകിസ്ഥാൻ ഭരണകൂടവും അവിടുത്തെ ഈ ഭീകരവാദ സംഘടനകളും ഒക്കെ വിജയിക്കുന്നുണ്ട്. നേരെ മറിച്ച് അവർ മറ്റ് വിദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ്, അവിടെ ചെന്നാൽ മാത്രമാണ് ഇതിൻ്റെ സത്യാവസ്ഥ അവർക്ക് മനസ്സിലാകുന്നത്. അത് മനസ്സിലാക്കിയാൽ പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർക്ക് പ്രതികരിക്കാനോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ എഴുതാനോ ഒന്നും സാധിക്കില്ല. നമുക്കറിയാം, വിഖ്യാത ക്രിക്കറ്ററായ ഷാഹിദ് അഫ്രീദി അത്ര വിവരമില്ലാത്തൊരു മനുഷ്യനല്ല. പക്ഷെ ആ അഫ്രീദി പോലും പാകിസ്ഥാൻ്റെ വിജയം ആഘോഷിക്കുകയാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഭാവിയിൽ ഇമ്രാൻഖാനെ പോലെ തന്നെ പാക് ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി കസേരയിലേക്ക് എനിക്കും വരണം, എനിക്കും ഇരിക്കണം എന്നൊരു ആഗ്രഹം ഷാഹിദ് അഫ്രീദിക്കുണ്ട്. അത് വ്യക്തമാണ്, നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ആർക്കും ആഗ്രഹിക്കാമല്ലോ. അപ്പോൾ അതിനെന്താണ് വേണ്ടത്? ജനങ്ങളെ ഈ വിഡ്ഢിത്തം പറഞ്ഞ് ഈ വ്യാജ പ്രചാരണങ്ങളിലൂടെ അവരെ എന്നും ഇങ്ങനെ അവരുടെ ഇന്ത്യ വിരോധത്തെ മുതലെടുക്കുക. ഈ മതപരമായ, നമുക്കറിയാം, മതപരമായ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ ഇന്ത്യ പാക് വിഭജനം ഉണ്ടായത്. ആ വിഭജനം കൃത്യമായിട്ട് ഇന്നും രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആൾക്കാരെല്ലാം. കുറച്ച് ബുദ്ധിമാന്മാർ അനേകം ആൾക്കാരെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ചരിത്രം. അതിപ്പോൾ വളരെ വ്യക്തമാണ്. ഷഹബാസ് ഷെരീഫും അത് ശരിവച്ചിരിക്കുകയാണ്. പക്ഷേ വിദേശത്ത് പോയിട്ട് അദ്ദേഹത്തിന് സത്യം പറയേണ്ടി വന്നു. അതാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ ഈ ആക്രമണം നടത്തി നമ്മളെ നിലംപരിശാക്കി, ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ നമ്മളെ നശിപ്പിച്ചു, നമ്മുടെ വ്യോമത്താവളങ്ങളെല്ലാം ഇല്ലാതാക്കി എന്ന് ഷഹബാസ് ഷെരീഫിന് പറയേണ്ടി വന്നിരിക്കുന്നു. അത് മറ്റൊന്നിനുമല്ല, സാമ്പത്തികമായ സഹായം കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഉള്ള സത്യം പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.